ഹേയ് ഗൈസ്, വീട്ടിലൊരു ചെറിയ ഫാമിലി ഫംഗ്ഷനുള്ള ഗസ്റ്റുകൾക്ക് എന്ത് ഡെസേർട്ട് കൊടുക്കാമെന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് മാംഗോ ചീസ് പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ വന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ജലാറ്റിനാണ്. അപ്പോൾ ജലാറ്റിന് ആവശ്യത്തിനുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അത് കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മൾ കുറച്ച് പാലെടുക്കുന്നുണ്ട്. ഒരു 250 ml പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതെടുത്തൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഈ പാല് ശരിക്കും നമുക്ക് ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിനെ തളർത്തി വിടുക. ദെൻ ചോക്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് ഇടുക. ചോക്ലേറ്റ് നമുക്ക് വേണ്ടത് 500 grams ആണ്. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെടുത്ത് ഈ തിളച്ച് വരുന്ന പാലിൻ്റെ അകത്തോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ് യൂണിഫോം ആയിരിക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് ആ കട്ടയൊക്കെ പോയി നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി തന്നെ കൊടുക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഈ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ മെഷീനറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പുട്ടുംകുറ്റിയാണ്. ഈ പുട്ടുംകുറ്റി നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡബിൾ ബോയിലിംഗ് മെഷീനാണ്. അപ്പം പുട്ടുംകുറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ജലാറ്റിൻ മെൽറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് മാംഗോസ് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ടാണ് നമുക്ക് ഈ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ജലാറ്റിനെ മിക്സ് ചെയ്യേണ്ടത്. ഈ വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളിലാണ് നമ്മൾ സിംഗിൾ പീസായിട്ട് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 പേരുടെ ഫംഗ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 30 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. 30 പേർക്ക് കഴിക്കാൻ തികയുന്ന രീതിയിലാണ് നമ്മൾ റെസിപ്പിയും എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മാംഗോ ചീസ് പുഡിങ്ങിന് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഈ കുക്കീസിൻ്റെ ഒരു തിൻ ലെയർ ആണ്. അപ്പോൾ നമ്മൾ അത് പൊടിച്ചെടുത്തിട്ട് ഈ കണ്ടെയ്നറിൽ ഏറ്റവും താഴെ വളരെ തിന്നായിട്ടേ കൊടുക്കുന്നുള്ളൂ. ഈ ഫൗണ്ടേഷൻ്റെ പുറത്താണ് നമ്മുടെ മാംഗോ ചീസ് പുഡിങ് നമ്മൾ കെട്ടിപ്പൊക്കാൻ പോകുന്നത്. നിരത്തി വെച്ചിരിക്കുന്ന എല്ലാ കണ്ടെയ്നറുകളിലും ബേസായിട്ട് നമ്മൾ ഈ കുക്കീസിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ചീസിൻ്റെ ആവശ്യം. നമ്മൾ സാധാരണ എല്ലാ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് നമ്മൾ ഈ ഒരു മാംഗോ ചീസ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ക്രീം ചീസിനെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് മാംഗോ ജ്യൂസ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രോസസ്സ് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചീസിനെ നമ്മളൊന്ന് ലൂസാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം എടുത്ത് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ ഇരുന്ന് സെറ്റ് ആവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള മാംഗോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഈ 3 മാംഗോസ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്ങ എടുക്കുന്നു, തൊലി കളയുന്നു, നല്ല കുനുകുന വരുന്ന സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതാണ് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റം. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ചോക്ലേറ്റ് ട്രഫിളിൻ്റെ അകത്തോട്ട് നമുക്ക് മാംഗോ ജ്യൂസ് ഒഴിച്ച് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ചെറിയ പീസസ് എന്ന് പറയുമ്പോൾ ഫ്രഷ് മാംഗോസ് കട്ട് ചെയ്തിട്ടുള്ള പീസസ് ആണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുവാണ് കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ട്രഫിളും മാംഗോ ജ്യൂസും കൂടി ആ മിക്സും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്യൂസും ഈ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഭാഗവും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടാൻ പോകുന്നത്. ഇനിയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരാൻ പോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് റെഡിയാക്കിയ ആ ഒരു കസ്റ്റാർഡിനെ നമ്മൾ ഇനി കണ്ടെയ്നറുകളിൽ നിറക്കാൻ പോകുകയാണ്. അപ്പം നമ്മൾ കണ്ടെയ്നറിൻ്റെ ബേസ് ലെയർ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അതിനകത്തോട്ട് ഇത് പകർത്തിയെടുത്താൽ മാത്രം മതി. എല്ലാ കണ്ടെയ്നറുകളിലും ഏകദേശം ഒരുപോലെ ക്വാണ്ടിറ്റി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് പകർത്തി ഒഴിക്കാനായിട്ട്. കസ്റ്റർഡൊക്കെ എല്ലാവർക്കും വിധിച്ച് കൊടുത്ത് കഴിയുമ്പം ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ ഗാർണിഷ് ചെയ്യാനുള്ള മാംഗോയൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഗാർണിഷിനുള്ളതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ആ കസ്റ്റാർഡിൻ്റെ മേളിലായിട്ടൊന്ന് ഒരു ലെയറായിട്ട് കൊടുക്കാം. ഗാർണിഷൊക്കെ ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷിനെ കൂടുതൽ മനോഹരവും അട്രാക്റ്റീവും ആക്കാനായിട്ട് നിങ്ങൾക്ക് പല ഐഡിയാസും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഈ പുഡിങ്ങിനെ നിങ്ങൾ മനോഹരമാക്കുക. ഞങ്ങൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ മാംഗോ ചീസ് പുഡിങ്ങിനെ ഭംഗിയാക്കാനും ടേസ്റ്റി ആക്കാനും പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല. ഇനി ഈ അടപ്പുകളൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക. തണുത്ത് കഴിയുമ്പോൾ എടുത്ത് കഴിക്കുക. അടപ്പടച്ച് കഴിയുമ്പോൾ അവസാനമായിട്ട് നമ്മുടെ മാംഗോ ചീസ് പുഡിംഗ് ഇങ്ങനെ ഇരിക്കും ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. താങ്ക് യു. നിങ്ങൾ പൊക്കോ, ഞാൻ ഇതൊക്കെ ബാച്ചുകളായി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങട്ടെ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.